ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർ ദേശീയതയല്ല, അവർ ഒരു മതവിശ്വാസികളുടെ രാഷ്ട്രമാണ് സ്ഥാപിക്കുന്നത്. 1000-ലധികം ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടുവെന്നും 1000-ലധികം പേരെ മതപരിവർത്തനം ചെയ്തുവെന്നും ഹിന്ദു സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. EMS ഉണ്ടായിരിക്കുന്ന ഇവരൊരിക്കൽ ഇത് പുരുഷ ജനാധിപത്യമാണെന്നുള്ള പഴയ കാഴ്ചപ്പാട് വാസ്തവത്തിൽ വളരെ പിന്നോക്കാവസ്ഥയിലാണ്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിളിച്ച മുദ്രാവാക്യമാണ് ഗോ ആൻഡ് ബേൺ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ വിളിച്ച ആളുകളാണ് ഇപ്പം ഭരണഘടനയുടെ വക്താക്കളായിട്ട് വരുന്നത്. ആ പിളർപ്പിന് മുമ്പ് തന്നെ ഞാൻ നക്സലൈറ്റ് വിഭാഗത്തോട് ആഭിമുഖ്യം പുലർത്താൻ തുടങ്ങി. അങ്ങനെയാണ് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പങ്കെടുക്കാനിടയായത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർക്സിസത്തിനോടുള്ള ആസക്തിയോ ഇതൊന്നും വിട്ടിട്ടില്ല. റഷ്യൻ വിപ്ലവത്തോട് മാത്രമേ എതിർപ്പുണ്ടായിരുന്നുള്ളൂ. കേരളത്തിലെ കമ്മ്യൂണിസത്തിൻ്റെ ഈറ്റില്യമായ കണ്ണൂരിൽ ജനിച്ചു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കമ്മ്യൂണിസത്തിൽ ആകൃഷ്ടനായി. അതിനുശേഷം നക്സലിസത്തിലേക്ക്, തുടർന്ന് സംസ്കൃതം പഠിച്ച് സന്യാസത്തിലേക്ക്. അതിനുശേഷം കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള ചരിത്രത്തിൽ ഗവേഷണം നടത്തി. തുടർന്ന് കേരളത്തിലെ വൈജ്ഞാനിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹിസ്റ്ററി ഓഫ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ കേരള എന്ന പുസ്തകം എഴുതി. ഇന്ന് ഡോക്ടർ ഇ ബാലകൃഷ്ണൻ ആണ് ബ്രേവൻറ്റിക്കൊപ്പമുള്ളത്. സാറിന് ബ്രേവൻറ്റിയുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. കമ്മ്യൂണിസം, നക്സലിസം, പിന്നെ സന്യാസം, ഇത് പരസ്പര വിരുദ്ധമായിട്ടുള്ള എന്ന് പറയപ്പെടുന്ന ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകാൻ എന്തുകൊണ്ട് പറ്റി? അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായിട്ട് ഒരു പാർട്ട് ഓഫ് മൈ ഇൻഹെറിറ്റൻസ് ആണ്. കാരണം ഞാൻ വളർന്നത് പെരളശ്ശേരി പഞ്ചായത്തിലാണ്. അതായത് മാവിലായി, നമുക്കറിയാം AKGയുടെ ജന്മസ്ഥലമാണ് മാവിലായി. പിന്നെ ഞങ്ങൾ AKG കുടുംബത്തിൻ്റെ, അതായത് കായിലത്ത് കുറ്റിയേരിയാണ് AKGൻ്റെ കുടുംബം. അതിൻ്റെ കുടിയന്മാരായിരുന്നു എൻ്റെ അച്ചാച്ചനും അച്ചമ്മയും ഒക്കെ. അതായത് അച്ഛൻ്റെ മുമ്പുള്ളൊരു തലമുറയിൽ കുടിയന്മാരായിരുന്നു. കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ വാരവും പാട്ടവും കൊടുക്കണം. അപ്പോൾ അന്നൊക്കെ അത് എക്സാക്റ്റായിട്ട് മറ്റ് ആയിലത്ത് കുറ്റേരിയിലെ മറ്റ് താവഴികൾ നിർബന്ധമായി പിരിച്ചിരുന്ന കാലത്ത് AKGയുടെ കുടുംബം അത് തന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കും എന്നുള്ള നിലയിലായിരുന്നു. വളരെ ദയാപുരസരാണ് പെരുമാറിയിരുന്നത്. അപ്പോൾ അത് കാരണം ആ പ്രദേശത്തുള്ള ഒരുപാട് കുടിയന്മാരൊക്കെ AKGയുടെ ഒരു അഭ്യുതകാംക്ഷിയായിരുന്നു. അപ്പോൾ അന്നേ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എൻ്റെ കുടുംബം. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ വിദ്യാർത്ഥി സംഘടന KSFലായി. ഞാൻ അതിൻ്റെ ഒരു നല്ല പ്രവർത്തകനായിരുന്നു. ഈ പിണറായി ആയിട്ടും കോടിയേരിയായിട്ടൊക്കെ ഞാൻ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പിണറായി അന്ന് ജില്ലാതല നേതാവാണ്. കോടിയേരി അന്ന് എൻ്റെ അതേ നിലവാരത്തിലുള്ള നേതാവാണ്. അദ്ദേഹം മാഹി കോളേജിലാണ് പഠിച്ചിരുന്നത്, ഞാൻ പെണ്ണ കോളേജിലും. അപ്പോൾ ആ നിലയ്ക്ക് പരിചയമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് വന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൽ അവിടുന്ന് 10-16 വയസ്സായപ്പോഴാണ് ഒരു യുവജന ഫെഡറേഷൻ്റെ തുടക്കം വരുന്നത്. സോഷ്യലിസ്റ്റ് യുവജന KSYF ആയിരുന്നു ആദ്യം, ഇപ്പോഴത്തെ DYFI. അത് രൂപീകരിച്ചത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ടാണ്, അന്ന് CPIMൻ്റെ. ആ രൂപീകരണ സമ്മേളനത്തിൽ 16 വയസ്സുള്ള ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ DYFIയിലേക്ക് വന്നു, അതായത് KSYFലേക്ക് വന്നു. KSYF വന്നപ്പോഴാണ് നക്സലൈറ്റ് പ്രസ്ഥാനം തുടങ്ങിയത്. അപ്പോൾ നക്സലൈറ്റ് പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ ഞാൻ ചെറുപ്പത്തിലേ നല്ല വായനക്കാരനായിരുന്നു. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവും ഭരണകൂടവും വിപ്ലവവും സോഷ്യലിസവും സാങ്കല്പികവും ശാസ്ത്രീയവും ഇതെല്ലാം ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അക്കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ സംബന്ധിച്ചൊരു നല്ല ഗ്രൗണ്ട് ഒരു 16 വയസ്സുള്ളപ്പോൾ തന്നെ എനിക്കുണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ ആ സമയത്ത് ഈ നക്സലൈറ്റ് വിപ്ലവം വന്നപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാർ കുറച്ച് പേര് നക്സലിസ്റ്റ് പ്രസ്ഥാനത്തെ അനുകൂലിക്കാൻ തുടങ്ങി. ഞാൻ പേഴ്സണലായിട്ട് കുന്നിക്കൽ നാരായണനും അജിതിയായിട്ട് അടുക്കാൻ തുടങ്ങി. അപ്പോൾ അടുക്കാൻ തുടങ്ങിയപ്പോൾ KSYFൽ തന്നെ പിളർപ്പ് വന്നു. ആ പിളർപ്പിന് മുമ്പ് തന്നെ ഞാൻ നക്സലൈറ്റ് വിഭാഗത്തോട് ആഭിമുഖ്യം പുലർത്താൻ തുടങ്ങി. അങ്ങനെയാണ് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പങ്കെടുക്കാനിടയായത്. അന്ന് എനിക്ക് 16 വയസ്സേ ഉള്ളൂ.
ഞാൻ പിന്നെ അവസാനം സാക്ഷിയായിട്ടാണ് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു, പക്ഷേ സാക്ഷിയായിട്ടാണ് എടുത്തത്. പക്ഷേ എന്നെ സാക്ഷി വിസ്താരം നടത്തുകയൊന്നും ചെയ്തിരുന്നില്ല. അത് ഒഴിവാക്കി കിട്ടിയത് അന്ന് AKG ഇടപെട്ടിട്ടാണ്. AKG അന്ന് അച്ഛനറിയാം, അച്ഛൻ പോയി കണ്ട് പറഞ്ഞ് അങ്ങനെയാണ് ഒഴിവാക്കി കിട്ടിയത്. അപ്പോൾ അതിന് ശേഷം അങ്ങനെയാണ് നക്സൽ ബന്ധങ്ങൾ. നക്സൽ ബന്ധമുള്ള കാലത്ത് ഞാൻ ആ കേസിൽ നിന്ന് ഒഴിവായി. ഞാൻ പിന്നീട് ബ്രണ്ണൻ കോളേജിൽ BA ചേർന്നു. BA ചേർന്നപ്പോൾ ഞാൻ വാസ്തവത്തിൽ കമ്മ്യൂണിസം ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. ഞാനന്ന് നക്സൽ തന്നെ. അപ്പോൾ ആദ്യം ചേർന്നത് പിന്നെ നിർമ്മലഗിരി കോളേജിലാണ്, BA ഇക്കണോമിക്സ് എടുത്തിട്ട്. അപ്പോൾ അവിടുന്ന് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു. ഈ താവം കേസ്, തൃശ്ശേരി കേസ്, ഇതുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട്. അവർക്കറിയാമായിരുന്നു എനിക്ക് ബന്ധമില്ലാന്ന്. പക്ഷേ ഞാൻ ഈ തടവുകാർക്കൊക്കെ ഒരു സഹായം ചെയ്തു കൊടുക്കുന്നത് തടയിടാൻ വേണ്ടിയിട്ട് അവരെന്നെ വലിയ സന്നാഹത്തോടു കൂടി അറസ്റ്റ് ചെയ്ത് ആ കോളേജിൽ നിന്ന് പുറത്താക്കി. പിറ്റേത്തെ കൊല്ലം ബ്രണ്ണൻ കോളേജിൽ ചേർന്നു സംസ്കൃതം എടുത്തിട്ട്. സംസ്കൃത ഐച്ഛിക വിഷയം എടുക്കാൻ തന്നെ കാരണം ഇന്ത്യൻ വിപ്ലവത്തിൽ ഒരു കാര്യമായ പ്രത്യയശാസ്ത്ര വ്യാഖ്യാനം നടത്തണമെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ സോഴ്സ് ലാംഗ്വേജായ സംസ്കൃതം അറിയണമെന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ്. അതായത് അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് വിദ്യാഭ്യാസം ചേർന്നത് തന്നെ. അങ്ങനെ ചേർന്ന് ഇരിക്കുന്ന കാലത്ത് പക്ഷേ എൻ്റെ വായനകളിൽ കുറേ കൂടി പരന്ന വായന. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ മാർക്സിസ്റ്റ് പുസ്തകം മാത്രം വായിച്ചാൽ പോരാ, അതിൻ്റെ മറുവശവും കൂടി അറിയണം, അതുകൊണ്ട് അതിൻ്റെ എതിർ പുസ്തകങ്ങളും കൂടി വായിക്കണം. ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞിരുന്നു, ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചിരുന്ന ഒരു നല്ല വായനക്കാരനായിരുന്നു അദ്ദേഹം. പക്ഷേ ഈ വായന എന്നെ വല്ലാതെ മാറ്റി. ഈ വായിച്ചിരുന്ന കാലത്താണ് ഞാൻ ഈ ജോർജ് ഓർവെലിൻ്റെ ഒരു ഗ്രന്ഥം വായിക്കുന്നത്. ആ ഗ്രന്ഥത്തിൽ നിന്നാണ് പ്രത്യേകിച്ചിട്ടും എനിക്ക് ഈ റഷ്യൻ വിപ്ലവത്തിന് സ്റ്റാലിൻ നടത്തിയ മാറ്റങ്ങളും ഒക്കെ അറിയുന്നത്. അപ്പോൾ ആ മാറ്റത്തെക്കുറിച്ച്, ആ മാറ്റം എന്നിൽ വൈകാരികമായൊരു പ്രശ്നം ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ പിന്നെ ആനിമൽ ഫാം എന്ന് പറയുന്നത് എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു ചെറിയ ഫാബിളാണ്. ഒരു 100 പേജ് മാത്രമുള്ളതാണ് ഈ ആനിമൽ ഫാം എന്ന് പറഞ്ഞ ഫാബിൾ. അതൊരു ജന്തുക്കളുടെ കഥയാണ്, പന്നികളുടെയും മറ്റും കഥ. ആനിമൽ ഫാം, അതായത് പന്നികളുടെ ഫാമാണ് അതിൻ്റെ ഒരു കഥാ കേന്ദ്രം. പക്ഷേ ആ കഥ ഒരു സിംബോളിസമാണ്. റഷ്യൻ വിപ്ലവത്തെ പരിഹസിക്കുന്നതാണിത്. ഈ പരിഹാസത്തിലുള്ള ഒരു ചെറു പുസ്തകമാണിത്. പക്ഷേ എല്ലാവരും വായിച്ചാൽ ഈ അനുഭവം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഉറപ്പിച്ച് പറയാനാവില്ല. കാരണം എനിക്ക് അനുഭവം ഉണ്ടാവാൻ കാരണം റഷ്യൻ ചരിത്രത്തെക്കുറിച്ച് പ്രത്യേകിച്ചിട്ടും അക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ മലയാളത്തിൽ ആദ്യം പരിഭാഷപ്പെടുത്തിയ പുസ്തകം CPSUB എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയൻ, അതാണ് CPSU. ബോൾഷെവിക് എന്ന് ബ്രാക്കറ്റിലോ CPSUB എന്ന് ചുരുക്കത്തിൽ അറിയും. ഈ പുസ്തകമാണ് മലയാളത്തിൽ ആദ്യം പരിഭാഷപ്പെടുത്തിയത്. ഈ പുസ്തകം അതിൻ്റെ മലയാള പരിഭാഷ വായിക്കുന്നതിന് പകരം 10-16 വയസ്സുണ്ടായിരുന്ന ഞാൻ ഇംഗ്ലീഷിൽ തന്നെ വരുത്തി അത് ഒരു ഡിക്ഷണറിയുടെ സഹായത്തോടു കൂടി ബൈബിൾ വായിക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയോടുകൂടി വായിച്ചിരുന്നു ഒരു 10-16-17 വയസ്സിൽ. അതിൻ്റെ എല്ലാ കണ്ടൻറ്റും എനിക്കറിയായിരുന്നു, ഞാനതങ്ങ് ഹൃദയസ്ഥമാക്കിയിരുന്നു. ആ പുസ്തകത്തിനോടുള്ള ഒരു പരിഹാസം കൂടിയാണ് ആനിമൽ ഫാം. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഈ ഏതിനെയാണോ ജോർജ് ഓർവെൽ പരിഹസിച്ചത് ആ പരിഹാസത്തിൻ്റെ ഉള്ളടക്കം എനിക്ക് ശരിക്കും അറിയാമായിരുന്നുകൊണ്ട് അതിൻ്റെ മറുവശം എന്നിൽ വല്ലാത്ത തീക്ഷ്ണമായ വൈകാരിക തകർച്ചയുണ്ടാക്കി. ആ വൈകാരിക തകർച്ചയാണ് കമ്മ്യൂണിസത്തിന് എതിരെയുള്ള, പ്രത്യേകിച്ച് ട്രോട്സ്കിയുടെ ജീവചരിത്രം അന്വേഷിക്കാനൊക്കെ പ്രേരിപ്പിച്ചത്. അന്ന് ഞാൻ പിന്നെ ട്രോട്സ്കിയുടെ ജീവചരിത്രം, ഐസക് ഡ്യൂഷറുടെ പ്രൊഫറ്റ് ആംഡ്, പ്രൊഫറ്റ് അൺആംഡ്, പ്രൊഫറ്റ് ഔട്ട്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 3 സീരീസ് ഉണ്ടായിരുന്നു. ആ പുസ്തകം കിട്ടാൻ കോഴിക്കോട് LLA വരെ പോയിരുന്നു. അവിടെ ഉണ്ട് എന്നൊരു സുഹൃത്ത് പറഞ്ഞിട്ട് അവിടെ പോയി അവിടെ മെമ്പർഷിപ്പ് എടുത്തിട്ട്. അപ്പോൾ അത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അന്ന് പിന്നെ ട്രോട്സ്കിയുടെ ജീവചരിത്രവും റഷ്യൻ വിപ്ലവത്തിൻ്റെ മറുവശവും സ്റ്റാലിൻ്റെ കൂട്ടക്കൊലയും ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ആ വായനയുടെ ഇടക്കാണ്. ഇതെന്നെ രാഷ്ട്രീയത്തോട് തന്നെ മടുപ്പിച്ചു. കാരണം നക്സലൈറ്റ് പ്രസ്ഥാനത്തിലേക്ക് പോയി, അത് പോയ ശേഷം ഞാനത് അച്ഛൻ രക്ഷപ്പെടുത്തിയതിന് ശേഷം കോളേജിൽ വിദ്യാഭ്യാസത്തിന് ചേർന്നപ്പോഴാണ് ഈ വായന വരുന്നത്. ആ വായന വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് തന്നെ മടുപ്പായി. ഈ മടുത്ത് ഞാൻ സംസ്കൃതം പഠിച്ചിരുന്നത് കൊണ്ട് അന്ന് കഠോപനിഷത്ത് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. കഠോപനിഷത്ത് പ്രസിദ്ധീകരിച്ചിരുന്നത് പിന്നെ ശ്രീരാമകൃഷ്ണ മിഷനായിരുന്നു. അപ്പോൾ മിഷൻ്റെ
മദ്രാസ് മൈലാപ്പൂർ മദ്രാസിലെ സ്വാമിജിയായിരുന്ന സ്വാമി തപസ്യാനന്ദക്ക് ഞാനൊരു കത്തെഴുതി. എൻ്റെ പശ്ചാത്തലം ഇതൊക്കെയാണ്, എനിക്ക് രാഷ്ട്രീയം വേണ്ട, ഞാൻ സന്യസിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പശ്ചാത്തലം കത്തൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും. അപ്പോൾ ഈ വിശദമായ കത്ത് കിട്ടിയപ്പോൾ സ്വാമിജി വളരെ ഇമ്പ്രസ്ഡായി. അദ്ദേഹം എഴുതിയ കത്തിൽ തന്നെ ഐ വാസ് വെരി മച്ച് ഇമ്പ്രസ്ഡ് ബൈ യുവർ ലെറ്റർ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഉള്ളത്, അതിനോടുള്ള വിരക്തി കൊണ്ടാണ് നിങ്ങളിങ്ങോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആത്മീയ അന്വേഷണത്തിനൊന്നും ഭാഗമായിട്ടില്ല, അതുകൊണ്ട് അതിന് നിങ്ങൾ സന്യസിക്കാനൊന്നും ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല. അതിന് പകരം നിങ്ങൾക്ക് ഞാനൊരു ഓപ്ഷൻ തരാം. യു ക്യാൻ സ്റ്റേ വിത്ത് അസ്. ആശ്രമത്തിൽ താമസിക്കാം. ആശ്രമത്തിൽ താമസിക്കുമ്പോൾ നിങ്ങളൊരു വിദ്യാർത്ഥി മാത്രമാണ്. നിങ്ങൾക്ക് MAക്ക് ഫിലോസഫിക്ക് അല്ലെങ്കിൽ സംസ്കൃതത്തിന് നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയത്തിൽ വിവേകാനന്ദ കോളേജ് ചേരാം. ആ പഠനത്തിനാവശ്യമായ എല്ലാ സ്കോളർഷിപ്പും വിവേകാനന്ദ മിഷൻ നിങ്ങൾക്ക് തരും. ഈ 2 വർഷം പഠിക്കുകയും ഞങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെടുകയും അത് നിങ്ങൾക്ക് ഹൃദ്യമായി തോന്നുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മിഷനിൽ ചേരുക. അതല്ലെങ്കിൽ യാതൊരു ബാധ്യതയില്ല, നിങ്ങൾക്ക് പോകാം. അത്ര ലിബറലായിട്ടുള്ള ഒരു വാഗ്ദാനമായിരുന്നു. അപ്പോൾ പക്ഷേ ഞാനവിടെ പോയി, സ്വാമിജിയുടെ അടുത്ത് പോയി. സ്വാമിജി ഞാൻ ഉണ്ടായിരുന്നില്ല. സ്വാമിജി ഒരു മാസത്തേക്ക് ഒരു സ്ഥലത്ത് പോയിരുന്നു. ഞാനവിടെ താമസിച്ചു. ഏതാണ്ട് ഒരു മാസം 2 സമയത്തായിട്ട് താമസിച്ചു. ഒന്ന് ഞാൻ തൃശ്ശൂർ വിലങ്ങൻസിലാണ് ആദ്യം പോയത്. അവിടെ പോയിട്ട് ഒരു മാസം താമസിച്ചു. അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നു. അതിന് ശേഷമാണ് ആശ്രമത്തിൽ പോകുന്നത്. പക്ഷേ ആശ്രമ ജീവിതത്തിൽ ഇടയ്ക്ക് എനിക്ക് എന്നെ ഷോക്കഡായ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടാകുമ്പോൾ അന്ന് ബീഹാറിൽ നക്സലുകളുണ്ട്. നക്സലുകളെ വെടിവെച്ച് കൊല്ലുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ആ പരിപാടിയിലെല്ലാം അദ്ദേഹം ഇൻവോൾവ് ആണോ എന്ന് എനിക്കറിയില്ല. അവിടുന്ന് ഒരു IG ഇവിടെ വന്ന് താമസിച്ചിരുന്നു ആശ്രമത്തിൽ. അദ്ദേഹത്തെ സ്വീകരിക്കാൻ എന്നെയാണ് ഏർപ്പാട് ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കുകയും വരൊക്കെ ചെയ്തു. പക്ഷേ എനിക്കത് മടുപ്പുണ്ടാക്കി. കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്ര ക്രൂരമായി പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഈ ആശ്രമത്തിന് അങ്ങനെ ഒരു ആത്മീയ പശ്ചാത്തലം മാത്രമല്ല മറ്റ് പശ്ചാത്തലങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കി എനിക്കത് മടുപ്പായി. അപ്പോൾ ഞാനങ്ങനെ അവിടെ നിന്ന് വിട്ടു പോന്നു. പിന്നെ മാത്രമല്ല, എനിക്ക് ആശ്രമത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള ബ്രഹ്മചര്യം പാലിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് എൻ്റെ സ്വജീവിതം കൊണ്ട് മനസ്സിലായി. ഞാനതുകൊണ്ട് തിരിച്ചു പോന്നു. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. അതിനുശേഷം ഞാൻ നാട്ടിൽ വന്ന അധ്യാപകനായി. പിന്നീട് ഹൈസ്കൂൾ അധ്യാപകനായി. ഈ സ്റ്റാലിനിസത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നല്ലോ. അന്ന് പാർട്ടിയിൽ തന്നെ എതിർപ്പ് ഉയർന്നിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കെ ദാമോദരൻ ഉൾപ്പെടെയുള്ളവർക്ക് എതിർപ്പുണ്ടായിരുന്നു എന്നുള്ള ഇത് കേട്ടിട്ടുണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അദ്ദേഹം ചെറുതായിട്ടത് പറയുന്നുണ്ട്. അങ്ങനെ രേഖകളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു, എതിർപ്പ് ഉണ്ടായിരുന്നോ? അതോ സ്റ്റാലിനിസത്തെ അനുകൂലിക്കുകയായിരുന്നോ എല്ലാവരും? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ട് പിളർപ്പുണ്ടാകുന്നതിൻ്റെ ഒരു കാരണം സ്റ്റാലിനാണ്. സ്റ്റാലിനെ വിലയിരുത്തുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള തർക്കമാണ്. അത് ഇൻ്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്ന തർക്കത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്റ്റാലിൻ്റെ പക്ഷമാണ് പിടിച്ചിരുന്നത്. കാരണം അവർ സ്റ്റാലിനിസത്തിൻ്റെ മോഡലിലുള്ളൊരു ഭരണകൂടമാണ് ചൈനയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിനെ എതിർക്കാൻ കഴിയില്ല. അപ്പോൾ ഓൺ ദി ക്വസ്റ്റ്യൻ ഓഫ് സ്റ്റാലിൻ എന്ന് പറഞ്ഞിട്ട് CPCയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രേഖയുണ്ട്. അതിൽ സ്റ്റാലിൻ്റെ പോസിറ്റീവായിട്ടാണ് വിലയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സ്റ്റാലിനെ പോസിറ്റീവായിട്ട് വിലയിരുത്തുന്ന ഒരു പതിവായിരുന്നു CPIക്ക് ഉണ്ടായിരുന്നത്. ആദ്യത്തെ പിളർപ്പ് സംഭവിക്കുമ്പോൾ സ്റ്റാലിന് എതിരാളികളെല്ലാം CPIയിലും സ്റ്റാലിനെ അനുകൂലിക്കുന്നവരൊക്കെ CPMയിലും വന്നു. സ്റ്റാലിനെതിരായിട്ട് CPM ഒന്നും പറഞ്ഞിട്ടില്ല. CPMൻ്റെ പരിപാടികളിലൊക്കെ ചിലപ്പോൾ സ്റ്റാലിൻ്റെ പടവും കാണും. അപ്പോൾ സ്റ്റാലിനെതിരായിട്ട് CPMകാരും പറഞ്ഞിട്ടില്ല, പറഞ്ഞത് CPIക്കാരാണ്. CPIക്കാരനായിരുന്ന ഡോക്ടർ G അധികാരി, അദ്ദേഹം ഡോക്യുമെൻറ്റ്സ് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു 7 വോളിയം പ്ലാൻ ചെയ്തിരുന്നു. അദ്ദേഹം അത് മുഴുവൻ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയി. അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രേഖകളിലൊക്കെ സ്റ്റാലിനിസത്തിന് സ്റ്റാലിൻ്റെ ഒരു വിമർശകനാണ്. അപ്പോൾ അതിന് എവിടെയൊക്കെയാണ് ദോഷം ചെയ്തതെന്നൊക്കെ വ്യക്തമായിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം ബെർണാഡ് ഷേയുടെ നാടകം പോലെയാണ് അദ്ദേഹത്തിൻ്റെ രേഖകൾ. 10 പേജുള്ള ഒരു രേഖക്ക് ചിലപ്പോൾ 25 പേജുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, അതിൻ്റെ സന്ദർഭവും ഇതൊക്കെ വിശദീകരിച്ചിട്ട്. പക്ഷേ ഡോക്ടർ അധികാരി അത് വിശദീകരിക്കുമ്പോൾ ഏതാണ്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഇമ്പാർഷ്യലായിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ് നടത്തിയിട്ടുള്ളത്. കാര്യങ്ങളുടെ 2 വശവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം തന്നെ ഒരു നല്ല ഗവേഷകനാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെയൊരു ഇൻസൈറ്റ് ആ പുസ്തകത്തിലുണ്ട്. അപ്പോൾ ദാമോദരൻ പിന്നീട് ന്യൂ ലെഫ്റ്റ് റിവ്യൂവിന് അനുവദിച്ച ഒരു ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന
ഒരു മാഗസീനിന് കൊടുത്ത ഇൻ്റർവ്യൂ ആണ് ഈ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. ആ പുസ്തകം പിന്നെ എന്നെ വളരെ ഇമ്പ്രസ് ചെയ്ത ഒരു പുസ്തകമാണ് ഇതിനെ സംബന്ധിച്ച്. കാരണം എൻ്റെ കാഴ്ചപ്പാടുകളുമായിട്ട് യോജിച്ചു പോകുന്നതാണ് ദാമോദരൻ്റെ പിന്നെ സ്മരണകൾ. അത് പിന്നെ അധികാരിയുടെ രേഖകളുമായിട്ട് യോജിച്ചു പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തർദേശീയ രേഖകളും കാര്യങ്ങളുമായി യോജിച്ചു പോകുന്നതായിരുന്നു ദാമോദരൻ്റെ ഓർമ്മക്കുറിപ്പ്. സ്റ്റാലിനിസത്തെ എതിർത്തിരുന്നവരെല്ലാം CPIയിലേക്ക് പോയി. നിർഭാഗ്യവശാൽ CPI ഇപ്പോൾ ഇല്ല. CPIയുടെ ആൻറ്റി സ്റ്റാലിനിസ്റ്റ് പൊസിഷനും പിന്നെ ജനാധിപത്യപരമായ രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്നുള്ള നിലപാടുകളൊക്കെ പോയി ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു അനുബന്ധ സംഘടനയായിട്ട് അത് മാറിപ്പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ചരിത്ര നിർമ്മിതിയാണല്ലോ പൊതുവെ ചെയ്യുക. അതെ. അന്ന് ശ്രീധരമേനോൻ ചരിത്രം എഴുതിയ സമയത്ത് അദ്ദേഹത്തിനെതിരെയും ഇത് ഉണ്ടായിരുന്നു. അതായത് പുന്നപ്ര വയലാറിനെ സ്വാതന്ത്ര്യ സമരമായിട്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരുന്നല്ലോ അന്ന് ശ്രീധരമേനോനെതിരെ ഇതുണ്ടാക്കുക. EMSനോട് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യണമെന്നൊക്കെ, ചരിത്രം എഴുതണമെന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലായിരുന്നല്ലോ ശ്രീധരമേനോൻ അന്ന് പ്രശ്നമായത്. അപ്പോൾ എന്താണ് ഇവർ ഈ ചരിത്ര നിർമ്മിതി കൊണ്ട് അർത്ഥമാക്കുന്നത്? മാവോ സേതൂങ്ങിൻ്റെ ഒരു പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം വ്യക്തമായും ഒരു പക്ഷപാതിത്വമുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ്. തൊഴിലാളി വർഗ പ്രത്യയശാസ്ത്രത്തെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അത് പരസ്യമായി പ്രസ്താവിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഈ ചരിത്രകാരന്മാർക്കെല്ലാം ബാധകമാണ്. ഈ ചരിത്രകാരന്മാർ ഇപ്പം നമ്മൾ മോഡേൺ ഹിസ്റ്ററിയുടെ ഒരു വലിയ ഫിഗറാണ് ലോർഡ് ആക്ടൺ. ലോർഡ് ആക്ടൺ അന്ന് ഹിസ്റ്ററി എഴുതുന്ന കാലത്ത് അദ്ദേഹം ചെയ്ത ഒരു പ്രസംഗത്തിൽ, പ്രത്യേകിച്ചിട്ട് യൂറോപ്യൻ ചരിത്രം എഴുതുമ്പം ചരിത്രകാരന്മാരോട് അദ്ദേഹം പറഞ്ഞത്, അന്ന് പ്രൊട്ടസ്റ്റൻ്റ് കത്തലിക് ലഹള ധാരാളം ഉണ്ടായിരുന്ന സമയത്തും ചരിത്രകാരന്മാർ പ്രൊട്ടസ്റ്റൻ്റുകാരോ കത്തലിക്സോ ആവുന്നതുമാണ്. അതുകൊണ്ട് ഈ ബയാസ് അതിൽ വരാതിരിക്കാൻ അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ ഒരു ബയാസ് ഇതിൽ വരാൻ പാടില്ല, പേഴ്സണൽ ബയാസ് ഒഴിവാക്കണം. കമ്മ്യൂണിസ്റ്റുകാർ നേരെ തിരിച്ചാണ്. ബയാസ്ഡ് എന്നല്ല പറയുന്നത്, അങ്ങനെ ഒരു പക്ഷപാതിത്വം വേണം എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ അവരുടെ ബയാസ്ഡ് ആയിട്ടുള്ളത്. ഇപ്പം റോമില താപ്പറൊക്കെ ഇപ്പോൾ സോമനാഥ് ക്ഷേത്ര ആക്രമിച്ചു എന്നുള്ളതിന് വ്യക്തമായ രേഖകളുള്ള കാര്യങ്ങളാണത്. കാരണം പിന്നെ പേർഷ്യൻ ടെക്സ്റ്റുകളുണ്ട്, ഇദ്ദേഹം പിന്നെ ആക്രമിച്ചു എന്നും ഈ ഒരു 50 വർഷത്തിനുള്ളിലുള്ള പെർഷ്യൻ ടെക്സ്റ്റുകളുണ്ട്. അതിൽ സോമനാഥ ക്ഷേത്രം ആക്രമിക്കുകയും അവിടുത്തെ ബിംബം പൊളിക്കുകയും ബിംബം പൊളിച്ച് അത് പിന്നെ ഗസ്നിയിലെ പിന്നെ പള്ളിക്ക് ചവിട്ടുപടിയായിട്ട് ആ ബിംബം ഉപയോഗിക്കാൻ കൊണ്ടുപോയി എന്നുള്ളത് വസ്തുതകളാണ്. അതിന് ഇന്ത്യൻ രേഖകളില്ല എന്ന് പറഞ്ഞിട്ട് ആക്രമിച്ചിട്ടില്ല എന്ന് പറയാൻ മാത്രമുള്ള ധൈര്യമാണ് അവർ കാണിക്കുന്നത്. അക്രമം സംശയാസ്പദമാണ്, മെനി വോയിസസ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വ്യക്തമായ ബയാസ്ഡ് ആണ്. അതായത് വേദിക് ടെക്സ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കത്ര ഉറപ്പുള്ള കാര്യമല്ല. കാരണം വേദങ്ങൾ പിന്നെ BC 1500 മുമ്പുള്ളതാണ്. സയാണനൊക്കെ ജീവിച്ചിരുന്നത് ക്രിസ്തു വർഷത്തിലാണ്. അപ്പോൾ സയാണിൻ്റെയോ യാക്ഷൻ്റെയോ വ്യാഖ്യാനങ്ങളൊന്നും തന്നെ വേദത്തിൻ്റെ ശരിയായ അർത്ഥം വ്യാഖ്യാനിക്കാൻ പ്രാപ്തമല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ സംശയാസ്പദമായിട്ടുള്ള വാക്കുകൾ വെച്ച് പിന്നെ ബ്രാഹ്മണർ പശു അറച്ചു തിന്നിരുന്നു, അതെല്ലാം വ്യക്തമായൊരു ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഇതിപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ്, അതായത് വ്യക്തമായി ഹിന്ദു പിന്നെ ഐഡിയോളജിയെ നിന്ദിക്കാനും ഇസ്ലാമിക് ഐഡിയോളജിയെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടി പ്രത്യക്ഷമായി തന്നെ അവർ ശ്രമിക്കുന്നുണ്ട്. അവർ മാത്രമല്ല, ഇർഫാൻ ഹബീബും മറ്റുള്ള ആളുകളൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്ര രചനയിലുടനീളം അതാണ്. കേരളത്തിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 1000-ലധികം ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടുവെന്നും 1000-ലധികം പേരെ മതപരിവർത്തനം ചെയ്തുവെന്നും പിന്നെ ആയിരക്കണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്നും ഹിന്ദു സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമില്ല. പിന്നെ നമ്മുടെ പിന്നെ ഇന്ത്യ വൈസ്രോയി ആയിരുന്ന അദ്ദേഹമാണ് അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്നു ബ്രിട്ടൻ. അദ്ദേഹമാണത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പറഞ്ഞത്. അതിന് രേഖയുണ്ട്, ഇന്നും നമുക്ക് രേഖയുണ്ട്. അത്തരം ഒരു സംഭവത്തെ വർഗസമരമാണെന്ന് പറയാൻ അസാധ്യം, തൊലിക്കെട്ടി ആവശ്യമാണ്, പച്ച നുണയാണ്. അപ്പോൾ ചരിത്രം വക്രീകരിക്കാനും അത് നുണയാണെന്ന് പറയാനുമുള്ള ഒരു ടെൻഡൻസിയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ. ആർക്കും സത്യസന്ധത ഒട്ടുമില്ല. 2 കാര്യങ്ങളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ ശ്രദ്ധിക്കും. ഒന്ന്, ഇത്തരം നുണ പറഞ്ഞിട്ട് പാർട്ടിയുടെ എന്തെങ്കിലും അപ്പകഷ്ണം വാങ്ങിച്ചിട്ട് പിന്നെ ആസ്വദിക്കുക, അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടുക, വൈസ് ചാൻസലർ പദവി, അങ്ങനെയുള്ള പദവി പറ്റുക. യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പദവികളുണ്ടല്ലോ, മറ്റേ പല സമിതികളിലെ മെമ്പർഷിപ്പ്, അതിനകത്തുനിന്നുള്ള വരുമാനം,
പിന്നെ പുസ്തകമൊക്കെ ടെക്സ്റ്റ് പുസ്തകമാക്കിയിട്ടാകുമ്പോൾ അതിൻ്റെ അകത്തുള്ള റോയൽറ്റി അങ്ങനെയുള്ളത് പലതും പ്രതീക്ഷിച്ചിട്ട് പച്ച നുണ പറയാൻ തയ്യാറാകുന്നു. വസ്തുതകളെ അവർ വളച്ചൊടിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. വെറുപ്പിക്കുന്ന ഒരു കാര്യമാണത്. വസ്തുതകളെ വളച്ചൊടിക്കേണ്ട യാതൊരു കാര്യമില്ല. സത്യം സത്യമായിട്ട് പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് പകരം ഇത് വളച്ചൊടിച്ചത് കൊണ്ടൊരു കാര്യമില്ല. കാരണം ഇപ്പോൾ അടുത്ത കാലത്ത് ഒരുപാട് ബ്രിട്ടീഷ് രേഖകൾ പുറത്തു വന്ന് ഈ മാപ്പിള ലഹളയുടെ പിന്നെ 100-ാം വർഷം ആഘോഷിക്കുമ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി വിജയരാഘവൻ പറഞ്ഞു അതെല്ലാം ബ്രിട്ടീഷ് രേഖകളാണ്. ബ്രിട്ടീഷ് രേഖകളില്ലെങ്കിൽ ഇന്ത്യക്ക് ചരിത്രം എവിടെ ഉണ്ടാകുക? ഒരുപാട് ചരിത്ര രേഖകൾ ബ്രിട്ടൻ്റെ രേഖകളെ ആശ്രയിച്ചിരിക്കുന്നതാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവും പിന്നെ ട്രാൻസ്ഫർ ഓഫ് പവറും പിന്നെ അതിന് മുമ്പുള്ള ചരിത്രവും ഒക്കെ ബ്രിട്ടീഷുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ രേഖകളെല്ലാം അവർ സൂക്ഷിച്ചു വെക്കും. അവർ നശിപ്പിച്ച് കളിയില്ല. നശിപ്പിച്ച് കളയണമെങ്കിൽ അതിനൊരു ഓർഡർ വേണം. അതുകൊണ്ട് രേഖകളൊക്കെ ആർക്കൈവ്സിൽ ലഭ്യമാണ്. വൈസ്രോയും പിന്നെ ഗവൺമെൻറ്റൊക്കെ അയച്ച കത്തുകളും അതൊക്കെ നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. എത്രയോ ബ്രിട്ടീഷുകാർ സ്മരണകൾ എഴുതിയിട്ടുണ്ട്. ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടൻ ഇവിടെ ആധിപത്യം ഉറപ്പിച്ചത്. അങ്ങനെയാണ് ഭരിക്കുക. ജനങ്ങളെ മുഴുവൻ തച്ചമർത്തിയാൽ ഭരിക്കാൻ കഴിയില്ല. റെബല്യൻ ഉണ്ടാവും. അതാണ് 1857 കണ്ടത്. അപ്പോൾ റെബല്യൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ഇന്ത്യക്കാരുടെ ഐഡിയോളജി എന്താണ്, മതം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ മതത്തിനൊരു ഊനവും പറ്റാത്ത രീതിയിൽ അത് പിന്നെ ഭരിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ചരിത്രത്തിൽ അതൊക്കെ ഇന്ത്യ ചരിത്രം അവർ സസൂക്ഷ്മമായി പഠിക്കാൻ തീരുമാനിച്ചത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഗ്രാൻഡ് കൊടുത്തു ഈ ഇന്ത്യ ചരിത്രം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബയാസ്ഡ് ഇല്ലാതെ ചെയ്യാനാണ് അത് ചേരുന്നത്. ബയാസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്നെ മെഡിസിനുള്ള ടെസ്റ്റ് പോലെയാണ്. ഇപ്പം ഷുഗറിൻ്റെ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ബയാസ്ഡ് ടെസ്റ്റിൽ ഷുഗർ ഇല്ലാന്ന് റിപ്പോർട്ട് ചെയ്ത ആൾ ചത്തുപോകും. ഇല്ലാത്തയാൾക്ക് ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയും ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് ശരിയായ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് രേഖകൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ രേഖകളിൽ മാപ്പിള ലഹളയെ സംബന്ധിച്ച് തയ്യാറാക്കിയ രേഖകളല്ല, ഉണ്ടായി തീർന്ന രേഖകളാണ്. ആ രേഖകളൊക്കെ സത്യസന്ധമായ വിവരങ്ങളാണ് ഉള്ളത്. നമുക്ക് ആ ചരിത്രം റീകൺസ്ട്രക്ട് ചെയ്യാൻ ആവശ്യമായ എല്ലാ രേഖകളും ഉണ്ട്. ആ രേഖകൾ വെച്ചിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതുമാതിരി തന്നെയാണ് മധ്യകാല ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ചിട്ട് പിന്നെ ഹിന്ദുക്കളോട് നടത്തിയ ആട്രോസിറ്റീസൊക്കെ അവർ മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചരിത്രകാരന്മാർ ചരിത്രം പിന്നെ സത്യസന്ധമായ ഒരു നറേഷൻ എന്നുള്ളതിന് പകരം പാർട്ടിക്ക് ഹിതകരമായൊരു നറേഷൻ ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ ചരിത്രം അവരുടെ ഒരു പാരമ്പര്യത്തിൽപ്പെട്ടതാണ്. കാരണം ഈ റഷ്യൻ വിപ്ലവ കാലത്ത് നടന്ന സർവ്വസംഭവങ്ങളും സ്റ്റാലിൻ്റെ CPSUB ഒക്കെ പച്ച നുണകളാണ്, നിറം പിടിപ്പിച്ച നുണകളാണ്. അതിലൊന്നും ഒരു സത്യവുമില്ല. കാരണം പാർട്ടിക്ക് അനുകൂലമായി പിന്നെ സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചുവെന്നും സംഭവിച്ച കാര്യങ്ങൾ മറച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് സത്യമാവില്ല. ഈ മുമ്പൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ പുസ്തകങ്ങൾ വളരെ ആരാധനയോടെയാണ് ഞാൻ വായിച്ചിരുന്നത്. ഇപ്പം അവരതാണ് പുസ്തകം എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ചിട്ടേ വായിക്കുള്ളൂ. കാരണം ഇതിനകത്തുണ്ടാകുന്ന മുഴുവൻ ഡിസ്റ്റോർഷനാണെന്ന് നമുക്ക് പൊതുവെ ഊഹിക്കാൻ കഴിയും. കാരണം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയില്ല, കാര്യങ്ങൾ മറച്ചു വെക്കുക, ഡിസ്റ്റോർട്ട് ചെയ്യുക. പിന്നെ ഒരു ഫിലോസഫിക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലിനിടാൻ വേണ്ടിയിട്ട് ഷൂ വാങ്ങിക്കുകയല്ല, അവരുടെ ഷൂവിനിടാൻ വേണ്ടിയിട്ട് നമ്മളെ കാല് മുറിക്കുകയാണ്. അതാണ് ചരിത്രം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ ചരിത്രകാരന്മാരെയല്ല, പാർട്ടിയുടെ സ്തുതിപാഠകന്മാർ മാത്രമാണ്. ഈ കമ്മ്യൂണിസവും നാഷണലിസവും ഇവരെന്നും ദേശീയതയെ എതിർത്തിരുന്നു. എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ ഒരു എതിർപ്പുണ്ടാകുന്നത്? നമ്മൾ ആലോചിക്കണം, കമ്മ്യൂണിസം തുടങ്ങുന്നത് സംബന്ധിച്ച് ഏംഗൽസ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായ പുസ്തകമുണ്ട്, ആൻറ്റി ദൂറിങ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കാലത്ത് ഒരു സോഷ്യലിസ്റ്റായിരുന്ന ഒരു ചിന്തകനെതിരെ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിനെ മുഴുവൻ ഖണ്ഡിച്ചുകൊണ്ട് എഴുതിയൊരു പുസ്തകമാണ്. അപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ പിന്നെ നിലപാടുകൾ മുഴുവൻ അതിൻ്റെ പല പ്രശ്നങ്ങളിൽ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ആ പുസ്തകം മലയാളത്തിൽ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ പുസ്തകത്തിൽ ചില ഭാഗങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അത് തന്നെ സോഷ്യലിസം സാങ്കല്പികവും ശാസ്ത്രീയവും എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. അതിൽ നിന്നുള്ള സെലക്റ്റഡ് പോർഷൻസാണ്. അന്ന് തന്നെ അത് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് മാർക്സും അതിൻ്റെ അകത്ത് ചില പിന്നെ ചാപ്റ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് പിന്നെ കമ്മ്യൂണിസത്തിൻ്റെ ഉത്ഭവം ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടിയാണെന്നാണ്. അങ്ങനെയാണെന്ന് കൂട്ടുക. ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടി വന്ന് പിന്നീട് കമ്മ്യൂണിസമായി കാറൽ മാർക്സ് ജീവിച്ചിരുന്നത് 1850കളുടെ ചുറ്റിലാണ്. അദ്ദേഹത്തിന് ഒരു 20 വർഷം 30 വർഷം മുമ്പ് ജനിച്ചു. പിന്നീട് 30 വർഷം കൂടി ജീവിച്ചു. അപ്പോൾ 65 വയസ്സിൽ വരികയും ചെയ്തു. അപ്പോൾ ഈ കാലം നമ്മൾ ആലോചിച്ച് 1870 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ ജർമ്മൻ നാഷണാലിസം അതിൻ്റെ അത്യുച്ചാവസ്ഥയിലെത്തി. ജർമ്മൻ യൂണിഫിക്കേഷൻ നടന്നു. കാരണം 200 രാജ്യങ്ങളായി ചെതറിക്കിടന്ന ജർമ്മനിയെ നെപ്പോളിയൻ 32 രാജ്യങ്ങളാക്കി. ആ 32 രാജ്യങ്ങളും കൂടി ചേർന്ന് ഒറ്റ രാഷ്ട്രമായി പ്രഖ്യാപിച്ചതാണ് ജർമ്മൻ യൂണിഫിക്കേഷൻ.
ദേശീയതയുടെ ഏറ്റവും ശക്തിയുള്ള പ്രസ്താവനയായിരുന്നു ഈ ജർമ്മൻ യൂണിഫിക്കേഷൻ. ജർമ്മൻ യൂണിഫിക്കേഷനാണ് ദേശീയത ലോകം മുഴുവൻ, അതിന് ഉത്ഭവമൊക്കെ കുറേ പിന്നിലാണ്, പക്ഷേ വളരെ ശക്തമാണ്. ദേശീയത അങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ ആ ഘട്ടത്തിലാണ് കാർൽ മാർക്സ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് ഉണ്ടായിരുന്നില്ലല്ലോ. ഈ ദേശീയത എന്ന് പറഞ്ഞൊരു ബൂർഷ്വാ ഏർപ്പാടെന്നാണ് മാർക്സ് ധരിച്ചിരുന്നത്. അതായത് ജർമ്മൻ യൂണിഫിക്കേഷനെ കുറിച്ചോ ഇറ്റാലിയൻ യൂണിഫിക്കേഷനെ കുറിച്ചിട്ടോ ഒന്നും അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നില്ല. ദേശീയത എന്ന് പറഞ്ഞൊരു പുതിയ ഒരു ചരിത്ര പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവമാണെന്ന് അദ്ദേഹം ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല. അപ്പോൾ തിരിച്ചറിയാതെ മാർക്സ് പോയി. അദ്ദേഹം അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അതൊരു ബൂർഷ്വാ ഏർപ്പാടാന്ന് കരുതി. പക്ഷേ ബൂർഷ്വാ ഏർപ്പാടൊന്നുമല്ല. ബൂർഷ്വാകൾക്ക് മാത്രമുള്ള ദേശീയത, ഇന്ത്യൻ ദേശീയത തന്നെ ഇന്ത്യയിൽ ബൂർഷ്വാസി ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്ത്യയിൽ ബൂർഷ്വാസി വളരെ ദുർബലമായിരുന്നു. ബൂർഷ്വാസിയുടേതല്ല ദേശീയത എന്ന് പറഞ്ഞാൽ 18-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യം മുതൽ ഒരു 18-ാം നൂറ്റാണ്ട് മുതൽ ഇപ്പോൾ 21-ാം നൂറ്റാണ്ട് വരെ കഴിഞ്ഞ 300 വർഷങ്ങളായി, അതായത് 3 നൂറ്റാണ്ടുകളായി ചരിത്രത്തിൻ്റെ ഒരു ട്രെൻഡാണ്. ആ ട്രെൻഡ് ഇന്നിപ്പോൾ എല്ലാ രാഷ്ട്രങ്ങളും ദേശരാഷ്ട്രങ്ങളായി മാറിയിരിക്കുകയാണ്. അമേരിക്കയൊക്കെ അവർ നാഷണൽ ഇൻട്രസ്റ്റിലാണ് പ്രവർത്തിക്കുന്നത്. റഷ്യയിലും ഈ കമ്മ്യൂണിസ്റ്റുകാരിലടങ്ങിയും ദേശീയത ഉപയോഗിക്കേണ്ടി വന്നു. കാരണം സ്റ്റാലിൻ 2ാം ലോക മഹായുദ്ധകാലത്ത് റഷ്യൻ ദേശീയത തന്നെയാണ് വിജയത്തിനാവശ്യമായിട്ടുള്ള ഒരു സ്പിരിച്വൽ ഫോഴ്സായിട്ട് ഉപയോഗിച്ചത്. അത് ദേശീയത ഇല്ലാത്ത ഒരു പ്രസ്ഥാനം ഇസ്ലാം മാത്രമാണ്. ഇസ്ലാം സ്ഥാപിക്കുന്നത് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റാണ് അവരുടെ വിശ്വാസം അനുസരിച്ചിട്ടുള്ള. ബാക്കി എല്ലാവരും സ്ഥാപിക്കുന്നത് ദേശീയതയുടെ എന്തെങ്കിലും തരത്തിലുള്ള ലാഞ്ചന അതിലുണ്ടായിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രത്തിനും പോകാൻ കഴിയില്ല. ഇപ്പോൾ ഇന്ത്യൻ ദേശീയത തന്നെ, പിന്നെ ദേശീയതയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ദേശീയത എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ ശശി തരൂർ പറയുന്നത് പോലെ സിവിക് നാഷണാലിസം, അങ്ങനെ ഒരു സാധനം ഇല്ല. നാഷണാലിസം എല്ലാം എത്നിക് നാഷണാലിസമാണ്, വംശീയമാണ്, ഭാഷയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ജർമ്മൻ ദേശീയത ജർമ്മൻ ഭാഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഇറ്റാലിയൻ ദേശീയത ഇറ്റാലിയൻ ഭാഷയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഇന്ത്യൻ ദേശീയത ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതങ്ങനെയാണ് ഉത്ഭവിച്ചത്. അത് ഉത്ഭവിച്ചതിൻ്റെ തൊട്ട് മുമ്പുള്ള കാലഘട്ടത്തെ നമ്മൾ നോക്കിയാൽ അറിയാം. ബ്രഹ്മസമാജം, പ്രാർത്ഥനാ സമാജം, ആര്യ സമാജം, ഇതൊക്കെ 19-ാം നൂറ്റാണ്ടിലെ ഒരു കാൽഭാഗം തൊട്ട് ഏതാണ്ട് മുക്കാൽ ഭാഗത്തിൽ 1825 തൊട്ട് 1875 വരെയാണ് വരുന്നത്. ഇതിൻ്റെ തുടർച്ചയാണ് 1855 സ്ഥാപിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലും. കാരണം കോൺഗ്രസ് സ്ഥാപിച്ചിട്ടുള്ള എ.ഒ. ഹ്യൂം വാസ്തവത്തിൽ ബ്രഹ്മസമാജത്തിൻ്റെ, അതായത് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഒരു ആരാധകനായിരുന്നു. അതിൻ്റെ ഒരു വലിയ പ്രവർത്തനമായിരുന്നു. ആ തിയോസഫി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫിലോസഫിയുടെ ആത്മീയത ലോകം മുഴുവൻ കൊണ്ടുപോയ ഒരു പ്രസ്ഥാനമാണ് തിയോസഫി. അപ്പോൾ തിയോസഫിയുടെ ഭാഗമായിട്ടാണ് അതായത് അദ്ദേഹം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് നേതൃത്വം കൊടുക്കുന്നത്. അത് ഈ ഹിന്ദു ഉണർവിൻ്റെ തുടർച്ചയായിരുന്നു. അതങ്ങനെ ആകാൻ മാത്രം, അത് ഹിന്ദു ഉണർവിൻ്റെ തുടർച്ചയായി പോയി അത് ഹിന്ദുക്കൾക്ക് എതിരായി തിരിഞ്ഞപ്പോഴാണ് RSSും BJP ഒക്കെ ശക്തിപ്പെട്ടതും ദേശീയതയുടെ കൊടി അവരിലേക്ക് മാറിയതും ഹിന്ദു ദേശീയക്കെതിരായിട്ട് പോകുന്നു എന്നുള്ളതുകൊണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർ ദേശീയതയല്ല, അവർ ഒരു മതവിശ്വാസികളുടെ രാഷ്ട്രമാണ് സ്ഥാപിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിൽ അതിന് ആർക്കും തെളിവ് കൊടുക്കേണ്ട ആവശ്യമില്ല. അഫ്ഗാനിസ്ഥാൻ 2021 വിപ്ലവം. കമ്മ്യൂണിസ്റ്റ് വിപ്ലവം 75-ന് ശേഷം എവിടെയും നടന്നിട്ടില്ല. 79-ൽ ഇറാൻ വിപ്ലവവും 21-ൽ അഫ്ഗാനിസ്ഥാൻ വിപ്ലവവും നടന്നു. അത് വിപ്ലവത്തിൻ്റെ കൊടിക്കൂറ ഇപ്പോൾ അവരുടെ കയ്യിലാണ്. അത് മതരാഷ്ട്രം സ്ഥാപിക്കുകയാണ്, ദേശീയതയൊന്നുമില്ല. കഴിയുന്നിടത്തോളം ഈ നാഷണൽ കണ്ടന്റ് അതിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ഫണ്ടമെൻ്റൽ ഖുറാനിക് ബിലീഫിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ രാഷ്ട്രവും ശുദ്ധമായ മതരാഷ്ട്രമായി മാറണമെന്നാണ് അവരുടെ കാഴ്ചപ്പാട്. അപ്പോൾ അതുകൊണ്ട് ദേശീയതയും ആണ് ഇക്കാലത്തെ ഏറ്റവും വലിയ ചരിത്രത്തിൻ്റെ ചാലക ശക്തി. കമ്മ്യൂണിസം സാർവദേശീയം അത് ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആദ്യമായിട്ട് പുറപ്പെടുന്ന കാലത്തൊക്കെ വർക്കേഴ്സ് ഓഫ് ഓൾ കൺട്രീസ് യുണൈറ്റ് എന്ന അതിൻ്റെ മോട്ടോ. സർവ്വരാജ്യ തൊഴിലാളികളെ ഒന്നിക്കുവിന്ന്. അതായത് തൊഴിലാളിക്ക് രാജ്യമില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഭാഗമാണ്. ഇപ്പോൾ രാജ്യമില്ല എന്ന് പറഞ്ഞാൽ ദേശീയതയില്ല. ദേശീയത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരാണ്. പക്ഷേ കാർൽ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം, സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം, ലെനിനെ സംബന്ധിച്ചിടത്തോളം അവർ ദേശീയതയുടെ ശക്തി ഒരിക്കലും അവർ മനസ്സിലാക്കിയിരുന്നില്ല. അതുകൊണ്ടാണ് റഷ്യയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യം പോയപ്പോൾ
അവർ കീഴടക്കിയിരുന്ന കൈയടക്കി വെച്ചിരുന്ന 10-17ഓളം രാജ്യങ്ങൾ ഛിന്ന ഭിന്നമായി പോയത്, റഷ്യ തകർന്നു പോയത്. അവർ കൈയടക്കി വെച്ചിരുന്ന കിഴക്കൻ യൂറോപ്പ് മുഴുവൻ സ്വതന്ത്ര രാജ്യങ്ങളായി കമ്മ്യൂണിസ്റ്റ് ഉപേക്ഷിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ കോളനൈസിങ് ഫോഴ്സായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യമാകുന്നത്. ഇപ്പോഴും ചൈന ഒരു സാമ്രാജ്യമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ ഇക്കണോമിക് ഇൻട്രസ്റ്റാണ് അവർ പല സ്ഥലത്തും വ്യാപിപ്പിക്കുന്നത്. ഇപ്പോൾ ശ്രീലങ്കയിൽ നമ്മൾ കണ്ടു ചൈനീസ് സാമ്പത്തിക സഹായം എങ്ങനെയാണ് ശ്രീലങ്കൻ ഇക്കണോമിയെ നശിപ്പിക്കാൻ ശ്രമിച്ചതെന്ന്. അവരിപ്പോൾ ലാറ്റിൻ അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ ഒരുപാട് മൂലധനം ഇറക്കിയിട്ടുണ്ട്, എനർജി സെക്ടറിലും മറ്റു സെക്ടറിലൊക്കെ. അതൊക്കെ വലിയ തോതിൽ ചൈന ആ രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്നതിലേക്കാണ് എത്തുന്നത്. ചൈന വാസ്തവത്തിലൊരു വലിയ ഈ പുതിയ സിൽക്ക് റോഡിൻ്റെ ആവശ്യം എന്താ? കച്ചവടം വർദ്ധിപ്പിക്കുകയാണ്. കച്ചവടത്തിലൂടെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചെയ്തതിനേക്കാളും ക്രൂരമായിട്ടുള്ള ചൂഷണങ്ങളിലേക്കാണ് ചൈന പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാവിയിൽ ഒരു സാമ്രാജ്യമായിട്ട് മാറും അത്. സാർ, അതുപോലെ ഈ പറയുന്നതിൽ നിന്നുള്ള നേരെ വിപരീതം എന്നുള്ള ഒരവസ്ഥ, അതായത് ജനാധിപത്യം എന്ന് പറയും, പക്ഷേ ജനാധിപത്യം അല്ല കാണിക്കുന്നത്, എല്ലായിടത്തും നേരെ തിരിച്ചാണ് കാണിക്കുക. അതുപോലെ എഴുത്തിനൊപ്പം നിൽക്കുമെന്ന് പറയും, അതേസമയം പാർട്ടിക്കെതിരെയുള്ള എഴുത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഇങ്ങനെ ബൗദ്ധിക സത്യസന്ധത തൊട്ട് തീണ്ടാത്ത ഒരു വിഭാഗമായിട്ട് ഉയർന്നു വന്നതാണോ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകരാനുള്ള കാരണം? ഇന്ത്യയിൽ മാത്രമല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നും പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നാണ് ആ ലേഖനത്തിൻ്റെ പേരെന്നറിയില്ല. ജോർജ് ഓർവെലിൻ്റെ ഒരു എസ്സേ ഉണ്ട്. ഡബിൾ സ്പീക്ക് എന്ന് പറഞ്ഞ വാക്കായിലാണ് അതിൽ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അതുമല്ല 1984 എനിക്കറിയില്ല. അതായത് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന്. സമാധാനത്തിൻ്റെ മിനിസ്ട്രി ഫോർ പീസാണ്, പക്ഷേ മിനിസ്ട്രി ഓഫ് വാറാണ്. അങ്ങനെ ഇതൊരു പാരമ്പര്യമാണ്. മാത്രമല്ല, നമ്മൾ ആലോചിച്ച് നോക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ഭരണഘടനയെക്കുറിച്ചാണ്, അല്ലേ? ഭരണഘടനയെക്കുറിച്ചല്ലേ? ഭരണഘടന സംരക്ഷിക്കണം, ഭരണഘടനയ്ക്കെതിരായിട്ടൊന്നും ചെയ്യരുതെന്ന്. 1967-69 കാലഘട്ടത്തിൽ ഞാൻ SFIയിൽ അന്ന് KSFയിലെ വലിയ പ്രവർത്തകനായിരുന്ന കാലത്ത് ഞാൻ വിളിച്ച ഒരു മുദ്രാവാക്യമാണ് വി ഡോണ്ട് ബാൺ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ, ബ്ലാക്ക് മാർക്കറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? വിളിച്ച മുദ്രാവാക്യമാണ് ഗോ ആൻഡ് ബേൺ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ വിളിച്ച ആളുകളാണ് ഇപ്പം ഭരണഘടനയുടെ വക്താക്കളായിട്ട് വരുന്നത്. വാസ്തവത്തിൽ ഭരണഘടനയിൽ അവർക്ക് വിശ്വാസമില്ല. മാത്രമോ ഈ തൊഴിലാളി വർഗ സർവാധിപത്യമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIMൻ്റെ 2ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയുടെ അവരുടെ ലക്ഷ്യം, 1ാമത്തെ പേര് പാർട്ടിയാണ്, 2ാമത്തെ പാര 2 ഇതാണ്, സർവാധിപത്യമാണ്. സർവാധിപത്യം ലക്ഷ്യം വെക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുക? അപ്പോൾ അത് വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു റെവല്യൂഷൻ ഉണ്ടായത് യൂറോ കമ്മ്യൂണിസ്റ്റുകളുടെ ഇടയിലാണ്. അതിൻ്റെ പേരിലാണ് യൂറോ കമ്മ്യൂണിസ്റ്റ് സാന്റിയാഗോ കാറിലോ എന്ന് പറയുന്നത് ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ ആ ഐഡിയ ആണ്. അതായത് ജനാധിപത്യത്തിലൂടെ വളരണം, മൾട്ടി പാർട്ടി സിസ്റ്റം അനുവദിക്കണം, അങ്ങനെയൊക്കെയുള്ള ആശയങ്ങളൊന്നും ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പറഞ്ഞിട്ടില്ല. അതിനെതിരായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. EMS ഉണ്ടായിരിക്കുന്ന കാലത്ത് ഇവരൊരിക്കലും ഇത് പുരുഷ ജനാധിപത്യമാണെന്നുള്ള പഴയ കാഴ്ചപ്പാട് വാസ്തവത്തിൽ വളരെ പിന്നോക്കാവസ്ഥയിലാണ്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു ജീനിയസ് ആയിട്ടുള്ള പ്രതിഭാശാലിയായിട്ടുള്ള ഒരു ചിന്തകൻ ഉണ്ടായിട്ടേ ഇല്ല. കാര്യത്തിൽ കുറച്ചൊരു അപവാദമുള്ളത് അച്യുതമേനോനാണ്. അച്യുതമേനോൻ അദ്ദേഹത്തിൻ്റെ അവസാനം പ്രസിദ്ധീകരിച്ച ലേഖനം, അദ്ദേഹം അത് ജീവിക്കുമ്പോൾ എല്ലാം പ്രസിദ്ധീകരിച്ചത്, മരിച്ചു പോയപ്പോൾ ജയേന്ദ്രനാണത് ലേഖനം എടുത്തിട്ട് മാതൃഭൂമിക്ക് അയച്ചു കൊടുത്തത്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അന്തർദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വേദികളിൽ തലയുയർത്തി പിടിച്ച് നിൽക്കാവുന്ന ഒരു ചിന്തകനെ, ഒരു പൊളിറ്റിക്കൽ ലീഡറെ ഇതുവരെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സൃഷ്ടിച്ചിട്ടില്ല. സ്റ്റാലിൻ പറഞ്ഞതും ലെനിൻ പറഞ്ഞതും ഒക്കെ ആവർത്തിച്ച് പറയാമെന്നല്ലാതെ അത് ഫ്ലെക്സിബിളായി ഇന്ത്യൻ സിറ്റുവേഷനിൽ ഉപയോഗിക്കാവുന്ന ഒരു വൈജ്ഞാനിക തേജസ്സിനെ ഇതുവരെ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ടാക്കിയതെല്ലാം നിർഭാഗ്യവശാൽ ഈ പാദസേവ ചെയ്യുന്ന ഒരു ബുദ്ധിജീവി വർഗത്തെയാണ്. നിർഭാഗ്യമാണത്. അവർക്ക് മുന്നേറാൻ കഴിയാത്തത് അതുകൊണ്ടാണ്. ചുരുങ്ങി വന്ന് ഇപ്പം കേരളത്തിൽ അത് ഒരു സംഘമായി മാറിയിരിക്കുന്നു.